Hello friends, welcome to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചപ്പാത്തിക്ക് പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയ ഒരു വെജ് കുർമയാണ്. ഇത് നമ്മുടെ ഇടിയപ്പവും അപ്പത്തിന്റെ കൂടെ നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിനു വേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ ഒരു പാൻ എടുക്കുക. നമ്മൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക. അതിൽ 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു കറുവാപ്പട്ട, പിന്നെ ഒരു കറുവ ഇല, പിന്നെ അര സ്പൂൺ നമ്മൾ ഇതിൽ പെരിഞ്ജീരകം ഇടുക. അത് കഴിഞ്ഞ് ഒരു 30 സെക്കൻഡ് നമ്മളത് ഫ്രൈ ചെയ്യുക. ഫ്രൈ ആയി കഴിഞ്ഞ് അതിലൊരു മീഡിയം സൈസ് സവോള എടുത്തിട്ട് നല്ലപോലെ അരിഞ്ഞിടാം. ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ സവോള എടുക്കുകയാണ്. ഇത് നമുക്ക് ഇനിയിപ്പോൾ നല്ലപോലെ ഫ്രൈ ചെയ്യണം. നമ്മുടെ സവോള ഫ്രൈ ആയി വരുന്ന സമയത്തിൽ നമുക്ക് തേങ്ങ അരച്ച ഒരു പേസ്റ്റ് റെഡിയാക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 കാഷ്യൂ ഇട്ടിട്ടുണ്ട്. കാഷ്യൂ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി അതിൻ്റെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കുക. കാഷ്യൂ ഇട്ടാൽ നമുക്ക് ഇച്ചിരി നല്ല ടേസ്റ്റ് വരും. അതുകൊണ്ട് ഞാൻ കാഷ്യൂ യൂസ് ചെയ്യുന്നത്. ഒനിയൻ നമ്മുടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. അത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞ് ഇതിൽ നമ്മൾ ഒരു 5-6 പച്ചമുളക് ചതച്ചിട്ട് ആഡ് ചെയ്യുക. എരിവ് എത്ര വേണം അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് മുളക് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മൾ ഇതിൽ പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുകയാണ്, റെഡ് ചില്ലി യൂസ് ചെയ്യില്ല. നല്ലപോലെ മുളക് ഫ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ ഇതിൽ ബാക്കി മസാല ഇടുക. അതിൽ 1/4 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇടുക. അത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 1 or 2 മിനിറ്റ്സ് നമുക്ക് നല്ലപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ആയി കഴിഞ്ഞ് ഒരു ചെറുതായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മസാല കഴിയാതെ ഇരിക്കാനും നല്ലപോലെ ഫ്രൈ ആകാൻ വേണ്ടി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലൊരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് കണ്ടിച്ചിട്ട് ഇടാം. ഇനി ടൊമാറ്റോ നല്ലപോലെ വേഗുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. ഇതിൽ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യണം നല്ലപോലെ. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നമ്മൾ തക്കാളി നല്ലപോലെ വെന്ത് വരാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മൂടി വെച്ചേക്കാം. ഗ്യാസ് നമ്മൾ സിമ്മായി വെക്കുക, ഫുൾ വെക്കരുത്. സിമ്മായി വെച്ചിട്ട് 5 മിനിറ്റ് അത് വേവിക്കുക. നോക്കുക, നമ്മുടെ തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഞാൻ വെജിറ്റബിൾസിൽ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് ക്യൂബ് സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ആക്കുക. ഇതില്ലാതെ ഞാൻ ഗ്രീൻ പീസ് എടുക്കുന്നുണ്ട്. അത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ആഡ് ചെയ്താൽ മതി. നിങ്ങൾ ഫ്രഷ് ഗ്രീൻ പീസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് മൂടി നമുക്കിത് വേവിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ 1 കപ്പ് വെള്ളം ഇടുക. നമുക്ക് ഗ്രേവിക്ക് എത്ര വെള്ളം വേണം ആ രീതിയിൽ നമ്മൾ 1 കപ്പ് 1.5 കപ്പ് വെള്ളം ഇട്ടിട്ട് മിക്സ് ആക്കുക. അത് കഴിഞ്ഞ് തിരിച്ച് നമുക്ക് ഇത് മൂടി വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് എടുക്കും നല്ലപോലെ എല്ലാം വെജിറ്റബിൾ വെന്ത് വരാൻ. ഇപ്പോൾ കണ്ടോ, നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഗ്രീൻ പീസ് ആഡ് ചെയ്യുകയാണ്. ഇത് നല്ലപോലെ മിക്സാക്കി കുറച്ച് ഞാനിതിൽ മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇതിൽ ആ തേങ്ങയും കാഷ്യൂ അരച്ച് വെച്ച് പേസ്റ്റ് ഇതിലിടാം. നല്ലപോലെ മിക്സാക്കാം. ഈ അരപ്പിൻ്റെ പച്ചപ്പ് മണമ്പ് മാറുന്ന വരെ ഒരു 4-5 മിനിറ്റ് നല്ലപോലെ ഇത് വേവിച്ചെടുക്കുക. പതിയെ ഇതിൻ്റെ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 4-5 മിനിറ്റ് മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇതിലൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. ഈ നെയ്യ് ഒഴിച്ചാൽ ഇതിൻ്റെ ഭയങ്കര നല്ല ടേസ്റ്റ് വരും. നല്ല ഒരു ടെക്സ്ചറും ഡിഫറെൻ്റ് ആവും. ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ നമ്മുടെ വെജ് കുർമ റെഡിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി കുർമ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം ഏത് വേണമെങ്കിലും കോമ്പിനേഷനിൽ കഴിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ഇത് ഷുവറായിട്ട് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.